വിഷയമല്ല, ഇത് ചോർച്ചയല്ല എന്ന വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതായത് ഒരു പാഠഭാഗത്തു നിന്ന് വരാൻ കഴിയുന്ന ചോദ്യങ്ങൾ ചില മാതൃകാ ചോദ്യ പേപ്പറുകളിൽ പ്രത്യക്ഷപ്പെട്ടത് യഥാർത്ഥത്തിലുള്ള ചോദ്യ പേപ്പറിലും വന്നതാണ് എന്നുള്ള നിലയിൽ മാത്രം ഇതിനെ കാണുന്നുണ്ടോ? പ്രിയപ്പെട്ട ജയ്ക്കിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജയ്ക്ക് കേരളത്തിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അല്ലാതെ ഇവിടെ ഗവൺമെന്റിന്റെ തെറ്റിനെ, ഇവിടെ ആളുകൾ ചെയ്ത തെമ്മാടിത്തത്തെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ജയ്ക്ക് പോകുന്നതിൽ വലിയതായിരിക്കുന്ന വിഷമം കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഇരിക്കുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇത് ചെറിയൊരു വിഷയമാണോ? കേരളത്തിൽ 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ, ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒരു സ്വകാര്യ സ്ഥാപനം, മെറിറ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനം തയ്യാറാക്കിയ മോഡൽ പരീക്ഷയ്ക്ക് തുല്യമാണ്. ഇത് ഈ കഴിഞ്ഞ ഞാൻ സൂചിപ്പിക്കാം, ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഈ കഴിഞ്ഞ 22-ാം തീയതി KPSTA അധ്യാപക സംഘടനയാണ് ഇത്തരമൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് കൃത്യമായിട്ട് ഇതിൽ വലിയതായിരിക്കുന്ന അഴിമതി നടന്നു എന്ന് തെളിയുകയാണ്. ഈ ഒരു ചരിത്രം ഞാൻ ചോദിക്കട്ടെ ജയിക്കെ, ഈ ഒരു എക്സാം നടത്തി 4.5 ലക്ഷം കുട്ടികൾക്ക് എക്സാം നടത്തി, ആ എക്സാം മാറ്റിവെച്ച് ആ 2.5 മണിക്കൂർ ആ കുട്ടികളുടെ മാനസികമായിട്ട് അവരെ പീഡിപ്പിച്ച് അത് വീണ്ടും നടത്താൻ പോകുന്ന എന്തിനാ നിങ്ങൾ ന്യായീകരിക്കുന്നത്? ഈ ഒരു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അഴിമതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നു. ഇതിനെതിരെ ഇവർ നേരത്തെ പറഞ്ഞു, ജയിക്ക് സൂചിപ്പിച്ചു 2 പേർക്കെതിരെ നടപടി. ആരൊക്കെതിരെയാ ജയിക്ക് നടപടി? ഈ വാസു എന്ന് പറയുന്ന ഈ ബോർഡിന്റെ ചെയർമാൻ, അദ്ദേഹം റിട്ടയർഡ് AEO. അദ്ദേഹത്തിനെതിരെ നിങ്ങൾ എന്ത് നടപടി എടുക്കും? നിങ്ങൾ ന്യായീകരിക്കുമ്പോ ഈ വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ നിൽക്കല്ലേ? ഇത് തീർത്തും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വെല്ലുവിളിച്ച് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വലിയതായിരിക്കുന്ന അഴിമതിയുടെ കെടുകാര്യസ്ഥതയുടെ ഭാഗമായി ഈ SLC എക്സാമിനേഷൻ. ഏറ്റവും വലിയ വിശ്വാസ്യത കേരളത്തിൽ ഉണ്ടായിരുന്ന പരീക്ഷയ്ക്ക് ഒരു തരത്തിലും വിശ്വാസ്യത ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഞാൻ ഒരു കാര്യം തീർത്തും പറയുന്നു, ഇന്ന് കേരള നമുക്കത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ ഹരികൃഷ്ണൻ മാഷിലേക്ക് മടങ്ങിയെത്താം. KM അഭിജിത്ത്, ഈ നിലയ്ക്കാണ് SSLC പരീക്ഷ നടത്തിപ്പ് എന്നുള്ളത് ഹൃദയഭേദകമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അധ്യാപകർ അവരുടെ ജീവിതത്തിൽ ആദ്യമായി ഈ ചോദ്യപേപ്പർ തയ്യാറാക്കലിനോട് സഹകരിക്കുന്ന ആളുകളല്ല. SCRT പാഠപുസ്തക നിർമ്മാണവും ഈ പരീക്ഷാ ചോദ്യപേപ്പർ നിർമ്മാണവും ഒക്കെ മുൻപും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഇതുപോലെ ചില ഗൈഡ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്കും മറ്റും ചോദ്യം നേരത്തെ കൊടുക്കുമായിരുന്നോ എന്ന് നമുക്കറിയില്ല, വസ്തുതാപരമായ വിവരമില്ല. പക്ഷേ കൊടുത്തിരിക്കാം മുൻപും. ഈ സിസ്റ്റത്തിന്റെ കടവേരാണ് അറുക്കേണ്ടത്. ഈ നിലയ്ക്ക് ഇത്രമേൽ മോശപ്പെട്ടു പോയി ഇവിടുത്തെ SSLC പരീക്ഷ നടത്തിപ്പ് എന്ന് എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പോലും ഈ നിമിഷം വരെ, ഇത് എത്ര വലിയ വിവാദമാകുന്നത് വരെ തിരിച്ചറിഞ്ഞില്ല? ഈ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പ്രിയപ്പെട്ട ജയ്ക്കിന്റെ ഗവൺമെന്റിനോട് അനുകൂലമായ നയത്തിലോ അവരെ സമരത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മളെല്ലാ ആളുകളും കണ്ടതാണ്. ലക്ഷ്മി നായരുടെ സാരിത്തുമ്പിൽ വരെ തൂങ്ങിച്ചത്ത് നമ്മൾ കണ്ടു. അതൊക്കെ പോട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട KSTA അധ്യാപകനും പ്രിയപ്പെട്ട ജയ്ക്കും ഇവിടെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ ചോർന്നിട്ടില്ല. ഞങ്ങളും പറയുന്നു ചോർന്നിട്ടില്ല. ഇത് ചോർന്നതല്ല, നിങ്ങൾ വിറ്റതാ. നിങ്ങളെ ഗവൺമെന്റ് വിറ്റതാ. 4.5 ലക്ഷം കുട്ടികളുടെ അവരുടെ ഭാവിയെ തന്നെ നിങ്ങൾ വിറ്റു. നിങ്ങൾ തുലാസിൽ തൂക്കി. അതാ അവിടെ ഉണ്ടായത്. ഇത് ചോർന്നതാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മെറിറ്റ് എന്ന് പറയുന്ന സ്ഥാപനം, മലബാർ എഡ്യൂക്കേഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് തോട്ടുകര, ആ ഒരു സ്ഥാപനം, അരീക്കാടുള്ള ആ സ്ഥാപനത്തിലെ പരീക്ഷയിൽ അവിടെയുള്ള ആളുകൾ, മെറിറ്റ് എന്ന് പറയുന്ന സ്ഥാപനം എല്ലാ സ്കൂളുകളിലും പോയിട്ട് പരീക്ഷ നടത്തുന്ന ആളുകളാ. ആ പരീക്ഷ നടത്തുമ്പോ അന്ന് 80 മാർക്കിൽ പരീക്ഷ നടത്തിയപ്പോ 50ഓളം മാർക്കിൽ അവര് നടത്തിയതായിരിക്കുന്ന അതേ ക്വസ്റ്റ്യനാ വന്നത്. എങ്ങനെയാ ഇത് വന്നത്? ഇത് വന്നത് നിങ്ങളുടെ ആളുകളുടെ പരസ്പരമായിട്ടുള്ള ധാരണയുടെ പേരില. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നേരത്തെ അധ്യാപകൻ സൂചിപ്പിച്ചു ഈ ആളുകൾക്കൊന്നും ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അധ്യാപകൻ ഈ പറയുന്ന 5 അംഗ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വാസുമാഷ ആരായിരുന്നു? വാസുമാഷ് മുൻ റിട്ടയർഡ് തിരൂർ AEO. നിങ്ങളുടെ KSTA സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ആരാ ഇതിലുള്ള മറ്റ് ആളുകൾ? ഈ പറയുന്ന സുജിത്തിനും വാസുമാഷിക്കും എതിരെ ഒരു നടപടിയെടുത്തവരങ്ങ് മാറുമോ?
എന്താ ഈ വാസുമാഷിക്കെതിരെ നടപടി എടുത്തിട്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. റിട്ടയർഡായ അധ്യാപകനെതിരെ എന്ത് നടപടി നിങ്ങൾ സ്വീകരിക്കും? ഇതിൽ ഒരു കഴമ്പും ഇല്ല എന്ന് കണ്ടിരുന്നെങ്കിൽ എക്സാം ഈ മാറ്റി നടത്തേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നോ? ഇപ്പൊ ഇത് പകൽ പോലെ വ്യക്തമാണ്. വലിയതായിരിക്കുന്ന അഴിമതി ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. കണക്ക് പരീക്ഷയുമായിട്ട് അവിടെ തീർന്നിട്ടില്ല. ഇപ്പതാ ഇന്നും വന്നു. 21-ാം തീയതി നടന്ന +2 ജോഗ്രഫി എക്സാമിനേഷനിൽ കഴിഞ്ഞ മോഡൽ പരീക്ഷയിൽ നടന്ന അതേ പരീക്ഷയിലെ ചോദ്യങ്ങൾ പബ്ലിക് പരീക്ഷയിൽ വന്നു. ആരായിരുന്നു ആ മോഡൽ പരീക്ഷ നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ച പോകണം. ഈ പ്രോസസ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാനസികാഘാതവും ബുദ്ധിമുട്ടും സർക്കാരിന് ഉണ്ടാക്കിയിട്ടുള്ള ചെലവും ഒക്കെ വസ്തുതയാണ്. എങ്കിലും ഒരു പിഴവ് ബോധ്യപ്പെട്ടപ്പോൾ ആ ബോധ്യപ്പെട്ട നിമിഷത്തിലെങ്കിലും തിരുത്താൻ ആർജവം കാണിച്ചു എന്നുള്ള നിലയിൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അഭിജിത്ത്, അവസാനം ഒന്നുകൂടി ആവർത്തിക്കണം. നിങ്ങൾ പറഞ്ഞത് സ്റ്റുഡിയോയിലെ കാരണമാണോ മറ്റോ അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പകുതി വരെ കേട്ടിട്ടുള്ളൂ, അതിനുശേഷം പറഞ്ഞത് കേട്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് വൈകിയാണെങ്കിലും തിരുത്താൻ കാണിച്ച ആർജവത്തെ അംഗീകരിക്കേണ്ടേ എന്നാണ്. എവിടെയാണ് തിരുത്താൻ ഇവർ ആർജവം കാണിച്ചത്? ഇപ്പോഴും മൗനഭാവയായിട്ട് ഈ പറയുന്നതായിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുക. ഒരു ഏറ്റവും അപാകത മുഴുവൻ തന്റെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എവിടെയാണ് ഇവർ ഈ ഒരു തെറ്റിനെ ന്യായീകരിക്കുന്നത്? ഇവർ തെറ്റിനെ ന്യായീകരിക്കല്ലേ ചെയ്യുന്നത്? തെറ്റ് തിരുത്താനല്ല, ഇപ്പോഴും തെറ്റിനെ ന്യായീകരിക്കാനാണ് ഈ ഗവൺമെന്റും ഈ വിദ്യാഭ്യാസ മന്ത്രിയും തയ്യാറാവുന്നത്. ഞങ്ങൾ ഒരു കാര്യം തീർത്ത് പറയാം. കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തെ വഞ്ചിച്ച്, വിദ്യാർത്ഥികളെ വഞ്ചിച്ച് അങ്ങനെ വലിയൊരു മാന്യനായി നടക്കാമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കരുതണ്ട. ഏത് സംഘടന വിദ്യാഭ്യാസ മന്ത്രിയെ ന്യായീകരിക്കാൻ വന്നാലും വിദ്യാർത്ഥി സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധം ഈ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഉണ്ടാകും, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഉണ്ടാകും. ഒരു വകുപ്പ് കൈയാളാൻ കഴിയുന്നില്ലെങ്കിൽ അത് രാജിവെച്ച് പോകാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഈ മന്ത്രിക്ക്. ഒരു ധാർമ്മികത, അധ്യാപകൻ എന്ന് പറയുന്ന ഒരു ധാർമ്മികത ഈ പറയുന്ന പ്രൊഫസർ രവീന്ദ്രനാഥിന് ഉണ്ട് എങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ച് പോകാൻ തയ്യാറാവണം. ഇല്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളുമായിട്ടും KSUക്കാർ മുമ്പോട്ട് പോകും. അതിലൊരു തർക്കമില്ല. ഞങ്ങൾ ഈ വരുന്ന 30-ാം തീയതി മുഴുവൻ DD ഓഫീസുകളിലേക്ക് മാർച്ച് വെക്കുക. ഇത് ചെറിയ വിഷയമല്ല. ശ്രീ ജയ്ക്ക് ആലോചിക്കണം. കഴിഞ്ഞ 5 വർഷക്കാലത്ത് റോഡിലിറങ്ങി അടിച്ചു പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷയങ്ങളൊന്നും വേണ്ടായിരുന്നു. ഒന്ന് എന്തെങ്കിലും ഒരു പിശക് ഉണ്ട് എന്ന് കേട്ടാൽ അന്ന് പോയി അടിച്ചു പൊളിച്ചിരുന്ന SFIക്കാരൻ ഇന്ന് മാളത്തിലാ. നിങ്ങൾ അങ്ങനെ ഗവൺമെന്റിനെ ന്യായീകരിച്ചു പോകുന്ന നിങ്ങളുടെ സമീപനമൊക്കെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് വിദ്യാർത്ഥികളെ വഞ്ചിച്ച് വിദ്യാർത്ഥി പൊതുസമൂഹത്തെ, വിദ്യാർത്ഥികളെ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഉപരിപഠനം, നാളെ ഇവരുടെ ഉപരിപഠനം എന്താകും? ഈ മാത്സ് പരീക്ഷയുടെ എക്സാം എഴുതി ഇത് വീണ്ടും പുനഃപരീക്ഷ നടത്തുന്നു എന്നൊക്കെ വന്നതിന് ശേഷം അതിനെ തുടർന്നുണ്ടായ പരീക്ഷകളിൽ ഇവരുടെ മാനസിക നില എന്തായിരുന്നു കുട്ടികളുടെ? അപ്പൊ അങ്ങനെ ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിനെ മൊത്തമായി കുളം തോണ്ടിയ, താറുമാറാക്കിയ വിദ്യാഭ്യാസ മന്ത്രി ധാർമ്മികത ഉണ്ട് എങ്കിൽ രാജിവെച്ച് പോകണം. ശരി, രാജിവെക്കണമെന്നാണ് KSUവിന്റെ ആഗ്രഹവും ആവശ്യവും. തുടരുക അഭിജിത്ത്.